Okay, the first problem is find the gate. സോ ഇതുപോലത്തെ പ്രോബ്ലത്തിൽ നിങ്ങൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതി നോക്കിയാൽ മതി ഏതാണ് സർക്യൂട്ട്, ഏതാണ് ആ ഗേറ്റ് റിയലൈസ് ചെയ്തിരിക്കുന്ന ഗേറ്റ് എന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് റിയലൈസ് ചെയ്യേണ്ടി വരിക. സോ this is VCC, this is A, this is B, this is again A and B, this is grounded. Okay, so I am taking the output from this. So what is this gate? ഈ ട്രാൻസിസ്റ്റർ എന്താണ്, ഇതെന്ത് എന്ത് ഡിവൈസാണ്? ബബിൾ ഉള്ളത് PMOS. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എന്താണ് NMOS എന്താണ് PMOS എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ ജനറലി ഐ റെപ്രസെൻറ്റ് ദിസ് ആസ് NMOS. NMOS ഈസ് ഈക്വലൻറ്റ് ടു NPN transistor. Okay, fine. Is equivalent to NPN transistor, and also we can have PMOS. This is PMOS. PMOS is a bubbled one. ഒരു ബബിൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് PMOS ആയിട്ട് വർക്ക് ചെയ്യും. സോ ദിസ് പിൻ ഈസ് ഡ്രെയിൻ, ഇസ് സെയിം ആസ് കളക്ടർ, ആൻഡ് ദിസ് പിൻ ഈസ് സോഴ്സ്, ആൻഡ് ദിസ് സെയിം ആസ് എമിറ്റർ, ആൻഡ് ദിസ് പിൻ ഈസ് ഗേറ്റ്, ഈസ് സെയിം ആസ് ബേസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സിമിലർ ലൈക്ക് PMOSലും സിമിലറാണ്, ആൻഡ് ഇറ്റ്സ് ഈക്വൽ ടു PNP. NMOSൽ എന്തായിരുന്നു? ബേസിലൊരു ഹൈ വോൾട്ടേജ് +5 വോൾട്ടേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രെയിനും സോഴ്സും തമ്മിൽ ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഇതൊക്കെ ഒരു സ്വിച്ചിങ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നിങ്ങൾ എഴുതുക. AB കണ്ടീഷനിൽ, ഡിഫറെൻറ്റ് കണ്ടീഷനിൽ 0 0 0 1 1 0 1 1 കണ്ടീഷനിൽ എന്താണ് ഔട്ട്പുട്ട് എന്ന് നോക്കുക. ആ ഔട്ട്പുട്ടിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അത് റിയലൈസ്, ആ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഗേറ്റാണ് റിയലൈസ് ചെയ്യുന്നതെന്ന് നോക്കുക. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് സർക്യൂട്ട്. ഈ സർക്യൂട്ട് ഞാൻ റിയലൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ ചെയ്തോളില്ലേ? നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലേ? ഇതിൻ്റെ ഗേറ്റ് ഏതാണെന്ന് റിയലൈസ് ചെയ്യാൻ പാടില്ലേ? ഞാൻ ചെയ്യണോ ഒരെണ്ണം? നിങ്ങൾ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ ക്ലിയർ ആയോ? ഓക്കെ, ഇതുപോലെ തന്നെ ഞാൻ വേറൊരു പ്രോബ്ലം കൂടി തരാം, അതുകൂടി നിങ്ങൾ ചെയ്യാൻ നോക്കുക. എന്നിട്ട് നിങ്ങളിതിൻ്റെ ആൻസറൊക്കെ എനിക്കൊന്ന് അയച്ചു തരിക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായെന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് അനദർ പ്രോബ്ലം. സിമിലർ ലൈക്ക് സർക്യൂട്ടാണ്. ഇതിനകത്ത് NMOSും PMOSും ട്രാൻസിസ്റ്ററിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഇസ് അനദർ സർക്യൂട്ട്. ദിസ് ഇസ് VCC. So A, B, A, B, and output is taken from here. Okay, so you just realize these two circuit. ഏത് ഗേറ്റാണ് ഈ രണ്ട് സർക്യൂട്ടും ഹലോ ഓക്കെ
ഏത് സർക്യൂട്ടാണ്, ഈ സർക്യൂട്ട് ഏത് ഗേറ്റിനെയാണ് റിയലൈസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ ഫൈൻ. ഓക്കെ, ഞാനിത് ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഇത് നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കുക. ഫൈൻ. Then I have to move to next part of this digital circuit, that is Ring and Johnson counter. Okay, നമ്മൾ കൗണ്ടേഴ്സുകൾ നോക്കിയായിരുന്നു. കൗണ്ടേഴ്സിൽ നമ്മൾ നോക്കിയത് ഇതുവരെ നോക്കിയത് 2 ടൈപ്പ് കൗണ്ടേഴ്സ് ആയിരുന്നു. വൺ ഈസ് സിങ്ക്രോണസ് കൗണ്ടർ ആൻഡ് അനദർ ഈസ് അസിങ്ക്രോണസ് കൗണ്ടർ. സിങ്ക്രോണസ് കൗണ്ടർ എന്താണെന്ന് നമ്മൾ നോക്കി, അസിങ്ക്രോണസ് കൗണ്ടർ എന്താണെന്ന് നോക്കി. അസിങ്ക്രോണസ് കൗണ്ടറിൽ ക്ലോക്കെല്ലാം സൈമിൾട്ടേനിയസ് ആയിട്ടല്ല അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മാത്രമാണ് ക്ലോക്ക് നമ്മൾ അപ്ലൈ ചെയ്യുള്ളൂ. ബാക്കിയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ, ബാക്കിയുള്ള ഫോളോയിങ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെയൊക്കെ പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടോ ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻറ്റോ എടുത്താണ് ക്ലോക്കായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഓൾസോ നമ്മൾ കൗണ്ടേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കി, അത് ഫ്രീക്വൻസി ഡിവൈഡർ സർക്യൂട്ടാണ്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി, ഇൻപുട്ട് ക്ലോക്ക് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 2 ആക്കും. ഈവൻ 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടോ 2n ടൈംസ് അതിനെ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ 2⁴, ദാറ്റ് മീൻസ് 16 ടൈംസ് അതിനെ 16 ടൈംസ് അതിൻ്റെ ഫ്രീക്വൻസി f/16 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ, അതായത് ഏറ്റവും ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കിട്ടുന്ന ക്ലോക്കിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് f/16 ആയിരിക്കും. ഓക്കെ, അതൊക്കെ നമ്മൾ നോക്കിയതാണ്. ഇനി അത് അസിങ്ക്രോണസ് കൗണ്ടറിലാണ്. സിങ്ക്രോണസ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, ഒരു സീക്വൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലത്തെ ടൈപ്പ് കൗണ്ടേഴ്സാണ് സിങ്ക്രോണസ് കൗണ്ടർ. ദാറ്റ് മീൻസ് ക്ലോക്ക് എന്ന് പറയുന്നത് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും സൈമിൾട്ടേനിയസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിന് സിങ്ക്രോണസ് കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ആ കാര്യങ്ങൾ നമ്മൾ നോക്കിയതാണ്. ദെൻ റിംഗ് ആൻഡ് ജോൺസൺ കൗണ്ടർ. റിംഗ് ആൻഡ് ജോൺസൺ കൗണ്ടറിൽ ഇത് ശരിക്കും ഒരു കൗണ്ടർ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണെന്നാണ് പറയാൻ പറ്റുള്ളൂ. ഇത് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും ആക്ച്വലി ദിസ് ഈസ് നോട്ട് കൗണ്ടർ, ദിസ് ഈസ് ഷിഫ്റ്റ് രജിസ്റ്റർ. രജിസ്റ്റേഴ്സ് നമുക്കറിയാം. ഈ കൗണ്ടർ സർക്യൂട്ടൊക്കെ ഒന്നിൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ T ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് റിയലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ റിംഗ് ആൻഡ് ജോൺസൺ കൗണ്ടർ അല്ലെങ്കിൽ ഷിഫ്റ്റ് രജിസ്റ്റർ നമ്മൾ ഐദർ വി ക്യാൻ ബി റിയലൈസ് ബൈ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓർ വി ക്യാൻ റിയലൈസ് ബൈ D ഫ്ലിപ്പ് ഫ്ലോപ്പ്സ്. D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ജസ്റ്റ് ഡാറ്റ എന്താണ് ഇൻപുട്ട് ഡാറ്റ അത് തന്നെ ക്ലോക്ക് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിലേക്ക് വരുന്ന ടൈപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സിനെയാണ് നമ്മൾ D ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇൻപുട്ടിൽ ഒരു ക്ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, T ഫ്ലിപ്പ് ഫ്ലോപ്പ് അങ്ങനെയല്ലായിരുന്നു. T ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടോഗിൾഡ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. T ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഈ T പിൻ എന്ന് പറയുന്നത് ഹൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും പ്രസൻറ്റ് ഔട്ട്പുട്ട്. അപ്പോൾ പ്രീവിയസ് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യും അതിൻ്റെ പ്രസൻറ്റ് ഔട്ട്പുട്ടിനെ T ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസിൽ. പക്ഷേ ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസിൽ പ്രീവിയസ് ഔട്ട്പുട്ടിന് വലിയ കാര്യമൊന്നുമില്ല. എന്താണ് പ്രീവിയസ് ഔട്ട്പുട്ട് എന്നൊന്നും ഡിറ്റർമിൻ ചെയ്യുന്നില്ല, എന്താണ് പ്രസൻറ്റ് ഇൻപുട്ടെന്ന് മാത്രമാണ് ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അതായത് എന്താണ് ഇൻപുട്ട് ഡാറ്റ ക്ലോക്ക് കൊടുക്കുമ്പോൾ അത് ഔട്ട്പുട്ടിലേക്ക് വരും. പക്ഷേ T ഫ്ലിപ്പ് ഫ്ലോപ്പിൽ അങ്ങനെയല്ലായിരുന്നു. T ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എന്താണോ പ്രീവിയസ് ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻ്റാണ് T പിന്നെ ഹൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. അപ്പോൾ പ്രീവിയസ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതുകൊണ്ടാണ് ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് എന്താണ് ഇൻപുട്ട് ഡാറ്റ അതിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ D ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു 3 ബിറ്റ് റിംഗ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഷിഫ്റ്റ് രജിസ്റ്റർ തന്നെയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുവരെ പ്രോബ്ലം നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. കൺസിഡർ വി ക്യാൻ ഹാവ് 3 ഫ്ലിപ്പ് ഫ്ലോപ്പ്, 3 D ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. Consider we can have A, B, C are flip flops. Here this is A flip flop, B flip flop and C flip flop. Consider this input is DA, output is QA. This is DB, output is QB.
DC, output is QC. And here clock is applied to all the flip-flop simultaneously. So this is just a synchronous type shift register. Synchronous ആയിട്ട് എല്ലാത്തിനും ക്ലോക്ക് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, സോ ആൻഡ് ദിസ് QA ഔട്ട്പുട്ട് ഈസ് ഗിവൺ ടു ദി നെക്സ്റ്റ് ഇൻപുട്ട് DA കൊടുത്തിരിക്കുകയാണ്, QB DB കൊടുത്തിരിക്കുകയാണ്. ആൻഡ് ദിസ് DA ഈസ് നത്തിങ് ബട്ട് QC. ഓക്കെ, ദാറ്റ് മീൻസ് എന്താ സംഭവിക്കുക, ഇത് നമ്മൾ ക്ലോക്ക് കൊടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഡാറ്റ എന്താണോ അത് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനീഷ്യലി എൻ്റെ 100 ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡാറ്റ 100 ആണെന്ന് വിചാരിക്കുക. ഇനി ക്ലോക്ക് ഒരു ക്ലോക്ക് എല്ലാത്തിനകത്തും ഒരുമിച്ചാണ് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് ഈ 1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻപുട്ടാണ്. സോ ക്ലോക്ക് കൊടുക്കുമ്പോൾ ഈ 1 ഇവിടെ വരും. ഇവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടായിരുന്ന 0 ഇവിടെ വരും. സോ അത് ഇവിടെ വരും. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടായിരുന്ന 0 ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിൽ വരും. സോ ഇവിടെ 0 വരും. സോ എന്താണ് സംഭവിക്കുന്നത്, എന്താണോ ഈ ഡാറ്റ അത് ലൂപ്പിൽ കിടക്കുന്ന പോലെയാണ്. ഇതിന് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലുള്ള ഡാറ്റ എന്താണോ ഇനീഷ്യൽ സ്റ്റേജിൽ എന്താണോ അത് ജസ്റ്റ് റിങ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൂപ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതാണ് 3-bit റിംഗ് കൗണ്ടർ. ആക്ച്വലി ഇതൊരു ഷിഫ്റ്റ് രജിസ്റ്റർ തന്നെയാണ്, ജസ്റ്റ് കൗണ്ടർ എന്ന് പേര് വിളിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനീഷ്യലി ഇപ്പോൾ എൻ്റെ ഇനീഷ്യൽ ക്ലോക്കൊന്നും കൊടുക്കുന്നതിന് മുമ്പ് QA, QB, QC എന്ന് പറയുന്ന 0th ക്ലോക്കിൽ എൻ്റെ 100 ആണെന്ന് വിചാരിക്കുക. ഔട്ട്പുട്ട് 100 ആണെന്ന് വിചാരിക്കുക. സോ ഫസ്റ്റ് ക്ലോക്കിൽ ഈ 1 എന്ന് പറയുന്നതാണ് DBയുടെ ഇൻപുട്ടിൽ വരിക. സോ QB വിൽ ബി 1 ആവും. ദാറ്റ് മീൻസ് ദിസ് QB വിൽ ബി 1 ആവും. ഇത് ഷിഫ്റ്റ് ചെയ്ത് 1ലേക്ക് പോകും. QBയുടെ ഔട്ട്പുട്ട് എന്താണോ അതാണ് C ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്, DC ആയിട്ട് വരുന്നത്. സോ അത് 0 ആണ്. സോ ആ 0 ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, ഇനി QAയുടെ ഔട്ട്പുട്ട് QA ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് DE ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് QCയിൽ നിന്നുള്ള അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് QCയിൽ നിന്നാണ് കൊടുക്കുന്നത്. സോ ആ 0 ഇവിടെ വരും. സോ ദിസ് 0 ഈസ് റിങ്ങിങ് ഹിയർ, റിങ്ങിങ് ബാക്ക് ഹിയർ. സോ ഫസ്റ്റ് ക്ലോക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 0 1 0 എന്ന് പറയും. ഇനി സെക്കൻഡ് ക്ലോക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 0 0 1 എന്ന് കിട്ടും. കാരണം എന്താ, ഈ 0 ഇങ്ങോട്ടേക്ക് പോയി, ഈ 1 ഇങ്ങോട്ടേക്ക് പോയി, ഈ 0 റിങ് ചെയ്തു. തേർഡ് ക്ലോക്ക് കൊടുക്കുമ്പോൾ എഗെയിൻ ഈ 1 ഈ 0 ഇങ്ങോട്ടേക്ക് പോയി, ഈ 0 ഇങ്ങോട്ടേക്ക് പോയി, ഈ 1 ഇങ്ങോട്ടേക്ക് വന്നു. സോ 1 0 0. ആഫ്റ്റർ തേർഡ് ക്ലോക്ക് കൊടുക്കുമ്പോൾ എന്താണ് ഇനീഷ്യലായിട്ട് നമ്മൾ കൊടുത്ത ഔട്ട്പുട്ടിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് എന്തായിരുന്നു അത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടും. ഇനിയും ക്ലോക്ക് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ റിങ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 1 0 0 ഒരു LED ആയിരിക്കും കൊടുക്കുക. ഒരു ഔട്ട്പുട്ടിൽ ഒരു LED കൊടുക്കും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ക്ലോക്ക് കൊടുക്കുമ്പോൾ ആ LED ഇങ്ങനെ ഇപ്പം ഈ ഔട്ട്പുട്ടിനെ എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു LED വെച്ചിട്ടാണ്. ഇനീഷ്യലി ഈ LED ആയിരിക്കും ഗ്ലോ ചെയ്ത് കിടക്കുന്നത്, ഇതെല്ലാം ഓഫായിരിക്കും. ഒരു ക്ലോക്ക് കൊടുക്കുമ്പോൾ ഈ LED ഇവിടെ ഈ LED ഗ്ലോ ചെയ്യും. അങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ LED മാറി ഗ്ലോ ചെയ്ത് പോകുന്നു. ഓക്കെ, അതാണ് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ സർക്യൂട്ട് റിയലൈസ് ചെയ്യുന്ന അങ്ങനെയാണ് റിംഗ് കൗണ്ടർ വെച്ചിട്ട്. ഓക്കെ, സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. വളരെ എളുപ്പമുള്ള കൗണ്ടറാണ് ഈ റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. ഇനി ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസിൽ നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ഇൻപുട്ടുണ്ട്, ഒരു ഔട്ട്പുട്ടുണ്ട്. അത് ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻറ്റും നമുക്ക് അവൈലബിൾ ആണ്. നമ്മളൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു D ഫ്ലിപ്പ് ഫ്ലോപ്പാണ് തന്നെയാണെന്ന് വിചാരിക്കുക. ആ D ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരു ഇൻപുട്ടാണുള്ളത്. ഈ D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നും നമുക്ക് റിയലൈസ് ചെയ്യുന്നതാണ്. ഇഫ് J പിൻ എന്ന് പറയുന്നത് നമ്മൾ D പിന്നിലേക്ക് കൊടുക്കുക. ഈ K പിൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളത് നേരത്തെ നമ്മൾ നോക്കിയതാണ് ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ എങ്ങനെ. ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിനെ എങ്ങനെ D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ J പിൻ ഒന്ന് കൺവേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു D ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. നമ്മൾ നേരത്തെ നോക്കിയതാണ് D ഫ്ലിപ്പ് ഫ്ലോപ്പാണ്.
ഓക്കെ. ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിലോ ജെയും കെയോടെ ഷോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ജെയും കെയോടെ ഒരു നോട്ട് ഗേറ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ ദിസ് ഇസ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഈ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസിൽ ഒരു ഇൻപുട്ടുണ്ട്, ഒരു ക്യു എ എന്ന് പറഞ്ഞ ഒരു ക്യൂ എന്ന് പറഞ്ഞ ഔട്ട്പുട്ടുണ്ട്. ക്യൂ എ എന്ന് കൊടുക്കേണ്ട കാര്യമില്ല, ക്യൂ എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ടുണ്ട്, ലൈക്ക് ക്യൂ ബാർ എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ടുണ്ട്. സോ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. And like that we can have two more pin. That pins are known as preset and clear pin. Preset and clear pin. Where PR is means preset pin and CR is known as clear pin. ഈ പിന്നുകൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻപുട്ട് ആൻഡ് ക്ലോക്ക്, നമ്മൾ ക്ലോക്ക് കൊടുക്കുന്നുണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻപുട്ട് ആൻഡ് ക്ലോക്ക് ദ ഔട്ട്പുട്ട് വിൽ ബി എ പ്രീഡിറ്റർമിൻഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോട്ട്, ഒരു ബബിൾ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് ലോ പിൻസാണ്. പ്രീസെറ്റും ക്ലിയറും ആക്റ്റീവ് ലോയാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും ആക്റ്റീവ് ലോയാണ്. അപ്പോൾ പ്രീസെറ്റ് പിൻ ആക്റ്റീവ് ആവുന്നത് whenever there is a law coming to this preset pin will be activated. അതിന് ക്ലിയർ പിൻ ആക്ടിവേറ്റഡ് ആവുന്നു. ക്ലിയറിൽ നമ്മളൊരു ലോ കൊടുക്കുമ്പോൾ മാത്രമാണ് ക്ലിയർ പിൻ ആക്ടിവേറ്റ് ആവുന്നു. ഇപ്പോൾ പ്രീസെറ്റിലും ക്ലിയറിലും ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഹൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ടും ആക്ടിവേറ്റ് അല്ല എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ പ്രീസെറ്റും ക്ലിയർ പിന്നിലും ഒന്നും കൊടുത്തില്ലെങ്കിലും, ഈവൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ ഹൈ കൊടുത്തു കഴിഞ്ഞാലും രണ്ടും ആക്ടിവേറ്റഡ് അല്ല. പക്ഷേ ഈ രണ്ട് പിന്നും ഒരുമിച്ച് നമുക്ക് ആക്ടിവേറ്റഡ് ആക്കാൻ പറ്റില്ല. ഐദർ പ്രീസെറ്റ് പിൻ വേണമെങ്കിൽ ആക്ടിവേറ്റഡ് ആക്കാം, അല്ലെങ്കിൽ ക്ലിയർ പിൻ വേണമെങ്കിൽ ആക്ടിവേറ്റഡ് ആവും. ഈവൻ പ്രീസെറ്റ് പിൻ ഇനീഷ്യലി പ്രീസെറ്റ് പിൻ ആക്ടിവേറ്റഡ് ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു ലോ ആണ് കൊടുത്തിരിക്കുന്നത്, ക്ലിയർ പിന്നിലൊന്നും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഹൈ കൊടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ഔട്ട്പുട്ട് എപ്പോഴും 1 ആയിരിക്കും. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കറസ്പോണ്ടിങ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും 1 ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻപുട്ട് ആൻഡ് ക്ലോക്ക്. ക്ലോക്കും ഇതിൻ്റെ ഇൻപുട്ട് പിന്നും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുകയില്ല, പ്രീവിയസ് ഔട്ട്പുട്ട് ഒന്നും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. എപ്പോഴും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. പ്രീസെറ്റ് പിന്നെ ലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് ഇറ്റ് ഈസ് ആക്റ്റീവ് ലോ സിഗ്നൽ. അതുപോലെ തന്നെയാണ് ക്ലിയർ പിന്നിൽ ഒരു ലോ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് എപ്പോഴും ലോ ആയിരിക്കും. ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻപുട്ട് ആൻഡ് ക്ലോക്ക് ആൻഡ് പ്രീവിയസ് ഔട്ട്പുട്ട് വിൽ ബി ഓൾവേസ് ലോ ഫോർ ക്ലിയർ പിൻ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ. രണ്ടും ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്യില്ല ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സംബന്ധിച്ചിടത്തോളം, ഐദർ പ്രീസെറ്റ് ഓർ ക്ലിയർ പിന്ന്. അപ്പം ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിനി ഈ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ഇനീഷ്യലി ഇപ്പോൾ ഇവിടെ പ്രീസെറ്റും ക്ലിയർ പിന്നും ഉണ്ട്. ദിസ് ഈസ് പ്രീസെറ്റ്, ക്ലിയർ, പ്രീസെറ്റ്, ആൻഡ് ദിസ് ഈസ് ക്ലിയർ, ആൻഡ് ദിസ് ഈസ് പ്രീസെറ്റ്, and this is clear. ഓക്കെ. ഇപ്പോൾ ഇനീഷ്യലി നമുക്ക് ഇപ്പോൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും ക്ലിയർ ആണെന്ന് വിചാരിക്കുക, 0 0 0 ആണെന്ന് വിചാരിക്കുക. നമ്മൾ ക്ലോക്ക് കൊടുത്തു കഴിയുമ്പോൾ ഈ 0 ഷിഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റില്ല, അല്ലേ? 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ LED വെച്ച് നോക്കുകയാണെങ്കിൽ 0 ആണ് ഷിഫ്റ്റ് ചെയ്യുന്ന, ആ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടൊക്കെ നമ്മൾ ഹൈ ആക്കി വെക്കണം. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രീസെറ്റ് പിന്നെ ഇനീഷ്യലി ഒന്ന് ആക്ടിവേറ്റഡ് ആവും. പ്രീസെറ്റ് ആക്ടിവേറ്റഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ QA വിൽ ബി ഹൈ ആവും. QA എന്ന് പറയുന്നത് ഹൈ ആവും, ബാക്കി ഒന്നും ആക്ടിവേറ്റഡ് ആക്കില്ല. അപ്പോൾ നമുക്ക് 1 0 0 എന്ന് നമുക്ക് കിട്ടും. വൺസ് പ്രീസെറ്റ് ആക്ടിവേറ്റ് ആക്കി കഴിയുമ്പോൾ തന്നെ ഈ QA എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് ഹൈ ആയി മാറും. പിന്നീട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ഹൈയിലേക്ക് കൊടുക്കും. പ്രീസെറ്റും ക്ലിയറും എടുത്ത് ഹൈയിലേക്ക് കൊടുക്കും. അപ്പോഴും നമുക്ക് 1 0 0 വൺസ് ഒന്ന് പ്രീസെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 1 0 0 എന്ന് തന്നെ കിട്ടും. ഇനി ക്ലോക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിങ് ചെയ്യാനായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ. അത് നമുക്ക് ഒരെണ്ണം മാത്രം വേണമെങ്കിൽ ഹൈ ആക്കി വയ്ക്കാം, അല്ലെങ്കിൽ 2 എണ്ണം ഹൈ ആക്കി വയ്ക്കാം. 3 ഹൈ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് റിങ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റില്ല. ഇപ്പോൾ 2 എണ്ണം ഹൈ ആക്കി വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ഔട്ട്പുട്ടിൽ എന്താണ് സംഭവിക്കുക? ഈ QA സംടൈംസ് അങ്ങനെയും പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ പ്രോബ്ലം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. സോ 2 പിന്ന് ഹൈ ആണ്, 1 1 0 ആണ്. സോ ഫസ്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 1 ഇവിടെ വരും, ഈ 1 ഇവിടെ വരും, ഈ 0 ഇവിടെ വരും, 0 1 1 എന്ന് കിട്ടും. സെക്കൻഡ് ക്ലോക്ക് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഈ 0 ഇവിടെ വരും, ഈ 1 ഇവിടെ വരും, ഈ 1 ഇവിടെ വരും, 1 0 1 കിട്ടും.
തേർഡ് ക്ലോക്ക് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഈ 1 ഇവിടെ വരും, 0 ഇവിടെ വരും, ഈ 1 ഇവിടെ വരും, 1 1 0. അപ്പോൾ തേർഡ് ക്ലോക്ക് കൊടുത്ത് കഴിയുമ്പോൾ എന്താണ് ഇനീഷ്യൽ വാല്യൂ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ തേർഡ് ക്ലോക്ക് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ അതുപോലെ തന്നെ 1 1 0 എന്ന് തന്നെ കിട്ടും. റിങ് ചെയ്ത് നമുക്ക് ആ ഔട്ട്പുട്ടിൽ തന്നെ എത്തും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രീസെറ്റ് ആൻഡ് ക്ലിയർ പിന്നാണ്. ആ കണ്ടീഷനിൽ ഈ രണ്ട് പ്രീസെറ്റും ആക്ടിവേറ്റ് ആക്കി വയ്ക്കും. അതായത് ലോ കൊടുക്കുമ്പോൾ QA പിന്നെ 1 ആവും, QB പിന്നും 1 ആവും. ആഫ്റ്റർ വൺസ് ഇത് 1 ഉം 1 ഉം ഇത് 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രീസെറ്റ് പിന്നും പിന്നെ ഹൈ പിന്നിലേക്ക് എടുത്ത് കൊടുക്കും. അപ്പോഴും ഇത് 1 1 എന്ന് തന്നെയായിരിക്കും നിൽക്കുന്നത്. ഇനീഷ്യൽ കണ്ടീഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പ്രീസെറ്റും ക്ലിയർ പിന്നും നമ്മൾ റിംഗ് കൗണ്ടറിൽ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഹോപ്പ് ദിസ് വൺ ഈസ് ക്ലിയർ ടു യു. റിംഗ് കൗണ്ടർ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഈ സംടൈംസ് ചോദിക്കുക, കൺസിഡർ ഈസ് ഇനീഷ്യൽ ഔട്ട്പുട്ട് ഈസ് 101, ദെൻ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ആഫ്റ്റർ 4th ക്ലോക്ക് പൾസ്. അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം. ഇനീഷ്യലി എൻ്റെ ഔട്ട്പുട്ട് 101 ആയിരുന്നു. ആഫ്റ്റർ 4th ക്ലോക്ക് പൾസിന് ശേഷം എന്താണ് എൻ്റെ ഔട്ട്പുട്ട്? ഓക്കെ, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ഈ ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഈ ഐഡിയ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിംഗ് കൗണ്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്? ക്ലിയർ ആണോ നിങ്ങൾക്കത്? ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. ഡൗട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ലൈക്ക് ദാറ്റ് വി ക്യാൻ ഓൾസോ ഹാവ് ജോൺസൺ കൗണ്ടർ. ജോൺസൺ കൗണ്ടർ എന്ന് പറയുന്നത് റിംഗ് കൗണ്ടർ പോലെ തന്നെയാണ്, എക്സെപ്റ്റ് ദർ ഈസ് എ ഡിഫറൻസ്. ആ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ എനിക്കൊരു 3 ബിറ്റ് ജോൺസൺ കൗണ്ടറാണെന്ന് വിചാരിക്കുക. നമുക്ക് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെ വെച്ചിട്ട് റിയലൈസ് ചെയ്യാം. So this is A flip flop, B flip flop and C flip flop, DA, QA, DB, QB, DC and QC. Okay, clock is given simultaneously to all the flip flop. So this is QC bar. Here ഈ DAയിലേക്ക് QC ബാറിൽ നിന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ പ്രീസെറ്റിംഗ് ക്ലിയർ പിന്നൊന്നും ആക്ടിവേറ്റ് ആക്കുന്നില്ല. ഇനീഷ്യലി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും ക്ലിയർഡ് ആണെന്നും വിചാരിക്കുക. ഇനീഷ്യലി ലെറ്റ് ഓൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ ക്ലിയർഡ് ഇനീഷ്യലി. സോ വാട്ട് വിൽ ബി QA, QB ആൻഡ് QC. ഫോർ ബിഫോർ അപ്ലൈയിങ് ക്ലോക്ക് I have 0 0 0 0 0 0 ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ഫസ്റ്റ് കൊടുക്കുമ്പോൾ എന്താണ്? ഫസ്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോൾ if I am given clock 1, 0th ക്ലോക്ക് 1 കൊടുക്കുമ്പോൾ ഈ QC ബാറാണ് QAയിലേക്ക് കൊടുക്കുന്നത്. QC bar is given to QA. From the circuit we know that QC bar is given to QA. QC ബാറാണ് QA A ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുന്നത്. സോറി, QAയിലേക്കല്ല, DAയിലേക്ക് കൊടുക്കണം. ഓക്കെ, ഫൈൻ, DAയിലേക്ക് കൊടുക്കും. അപ്പോൾ ഇനീഷ്യലി എന്താ സംഭവിക്കുക? QC ബാർ എന്ന് പറയുന്നത് 0 ആകുമ്പോൾ QC ബാർ എന്ന് പറയുന്നത് 1 ആവും. ആ 1 ആണ് DAയിലേക്ക് കൊടുക്കുക. സോ 1 DAയിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 1 0 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡിൽ എന്താ കൊടുക്കുന്നത്? അഗെയിൻ QC ബാറാണ് കൊടുക്കുന്നത്. ആൻഡ് ദിസ് വിൽ ബി ഷിഫ്റ്റഡ്. This will be shifted. So this will be 1, this will be 0 and this will be 0 complement ആണ് കൊടുക്കുന്നത്. Again 1. Okay, in third കൊടുക്കുമ്പോൾ എന്താണ് കൊടുക്കുക? This will be 1, this will be 1 and this will be complement ആണ് കൊടുക്കുന്നത്. So 1 1 1. So fourth കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? Fourth കൊടുക്കുമ്പോൾ this will be 1, this will be 1 and this complement ആണ് കൊടുക്കുന്നത്. 1 എന്ന് പറയുന്നത് 0. Like that it will be goes. And this type of counters are known as Johnson counters. So these are this Johnson counter.
hope this one clear to you, Johnson counter and ring counter. Except ring counter എന്നുള്ള ഒരു എക്സെപ്ഷൻ മാത്രമേ ഉള്ളൂ. അതെന്ന് പറയുന്നത് ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തിട്ടാണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. റിംഗ് കൗണ്ടറിൽ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് തന്നെ എടുത്തിട്ടായിരുന്നു കൊടുക്കുന്നത്. ഇതിനകത്ത് കോംപ്ലിമെൻ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഈ ഐഡിയ രണ്ടും ക്ലിയർ ആയോ? ജോൺസൺ കൗണ്ടറും റിംഗ് കൗണ്ടറും. ഓക്കെ ഓക്കെ ഫൈൻ. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഞാനിത് പ്രോബ്ലം ചെയ്യിക്കുന്നില്ല, വളരെ സിമ്പിളാണ്. ഇതിനകത്ത് കുറേ കൗണ്ടുകളൊക്കെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നതാണ്. ഇതിൻ്റെ കൗണ്ടർ, ഇതിൻ്റെ ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഇനി റിമൈനിങ് ആയിട്ട് ഒരു പോർഷനോടെ ഉള്ള അതെന്ന് പറയുന്നത് ഡാറ്റ കൺവെർട്ടേഴ്സാണ്. ഓക്കെ, സോ വി ക്യാൻ ഹാവ് ഡാറ്റ കൺവെർട്ടേഴ്സ്. ഡാറ്റ കൺവെർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് കൺവെർട്ടേഴ്സാണുള്ളത്. either we can have analog to digital converter or digital to analog converter, ADC ഒക്കെ നമ്മളെല്ലാ ഇപ്പോഴൊക്കെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ. കാരണം നമ്മുടെ റിയൽ വേൾഡ് സിഗ്നൽസൊക്കെ അനലോഗ് സിഗ്നൽസാണ്. പക്ഷേ നമുക്കറിയാം ഇപ്പോഴത്തെ എല്ലാ ഡിവൈസുകളും, ഇപ്പോൾ സ്റ്റോറേജ് ഡിവൈസുകളാണെങ്കിലും ആംപ്ലിഫയർ ആണെങ്കിലും ഫിൽട്ടർ സർക്യൂട്ടുകളാണെങ്കിലും എല്ലാം തന്നെ ഡിജിറ്റൽ വേൾഡിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. സോ എല്ലാ സിഗ്നൽസിനെയും നമ്മുടെ റിയൽ വേൾഡ് സിഗ്നൽ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ടിലും ഉള്ള ഒരു ഡിവൈസാണ് ഈ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ റിയൽ വേൾഡിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കൺവെർട്ടറാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ എന്ന് പറയുന്നത്, ADC. ഓക്കെ, ദെൻ വി ക്യാൻ ഹാവ് DAC. ഇനി ഡിജിറ്റലായിട്ട് സ്റ്റോർ ചെയ്ത ഡാറ്റേനെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്ത് എഗെയിൻ നമ്മുടെ റിയൽ വേൾഡ് സിഗ്നലിലേക്ക് ആക്കണം. ഇപ്പോൾ എൻ്റെ വോയിസ് സിഗ്നൽ, ഈ വോയിസ് സിഗ്നലൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഡിജിറ്റലായിട്ടാണ് വോയിസ് സ്റ്റോർ ചെയ്യുകയും ട്രാൻസ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അത് നമുക്കറിയാം. ആ ഡിജിറ്റൽ സിഗ്നലിനെ ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ വോയിസായിട്ട് തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് DAC വെച്ചിട്ടാണ്, ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ വെച്ചിട്ടാണ്. ഓക്കെ, സോ ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ. ഓക്കെ, ഈ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടറിനും ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടറിനും നിങ്ങൾ സർക്യൂട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട. ഇതിൻ്റെ 2-3 പാരാമീറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്നത് 2019-ലും 2020-ലും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചതാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടറിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ പാരാമീറ്റർ എന്താണ് റെസൊല്യൂഷൻ എന്ന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് സ്വഭാവം നോക്കാം. വൺ ഈസ് റെസൊല്യൂഷനാണ്. റെസൊല്യൂഷൻ സിംപ്ലി R എന്നൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടറാണെന്ന് വിചാരിക്കാം. കൺസിഡർ എ DAC. DACയുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോർ എ ചേഞ്ച് ഇൻ ഇറ്റ്സ് LSB. അപ്പം ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. കൺസിഡർ ഐ ഹാവ് എ ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ. ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ എന്ന് വെച്ചാൽ ഡിജിറ്റലിനെ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ളതാണ്. ഓക്കെ, സോ ഡിജിറ്റലിനെ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യുമ്പം അതിൻ്റെ ഫിഗറോടെ വരയ്ക്കാം. അതിന് ശേഷം consider I have a DAC. നമുക്ക് ഡിജിറ്റൽ ഇൻപുട്ടാണ് അതിന് കൊടുക്കുക. consider we can have D0, D1, D2, Dn, and this is voltage, D0 output voltage. This is an analog voltage, and this is the digital input ആയിട്ട് കൊടുക്കുക. ഇവിടെ n ഇൻപുട്ട് ഉണ്ട്, ഇതാണ് ഡിജിറ്റൽ വാല്യൂ. ഓക്കെ, ഇപ്പോൾ n ഇൻപുട്ട്, ഇപ്പം എനിക്കൊരു 4 ബിറ്റ് DAC ആണെന്ന് വിചാരിക്കുക. 4 ബിറ്റ് DAC ആണെങ്കിൽ എനിക്ക് 4 ഇൻപുട്ട് ബിറ്റ് D0, D1, D2, D3 അങ്ങനെ 4 ബൈനറി ഇൻപുട്ട് ബിറ്റ്സ് ആണ് ഉണ്ടാവുക. ഒരു അനലോഗ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് ഇപ്പം D0, കൺസിഡർ D0 ഈസ് മൈ LSB.
ആൻഡ് dn ഈസ് മൈ MSB. ഇത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ്, LSB ആണെന്ന് വിചാരിക്കുക. ആൻഡ് ദിസ് ഈസ് മൈ MSB ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു 4 ബിറ്റ് ഐ ഹാവ് എ 4 ബിറ്റ് DAC ആണെന്ന് വിചാരിക്കുക. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി 4 ബിറ്റ് DAC എടുക്കുകയാണ്. 4 ബിറ്റ് DACക്കകത്ത് നമുക്ക് D3, D2, D1, D0. ഓക്കെ, D1 അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടോ അനലോഗ് വോൾട്ടേജും കിട്ടി, VA ഓർ V ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടി. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് കൊടുക്കാവുന്ന ഡിജിറ്റൽ വാല്യൂ എന്ന് പറയുന്നത് 000 ആണ്. 000ക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു വോൾട്ടേജ് കാണും, VA എന്ന് പറയുന്നൊരു വോൾട്ടേജ് കാണും. ദെൻ കൺസിഡർ ഞാനിപ്പോൾ VA എന്ന് പറയുന്ന വോൾട്ടേജ് ഓരോത്തിനും റെപ്രസെൻ്റ് 1 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കും. ഞാൻ 000ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കും. 0 വോൾട്ടേജ് ആൻഡ് 001 എനിക്ക് കറസ്പോണ്ടിങ് ടു 1 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. 0010 ഐ ഹാവ് 2 വോൾട്ടേജ്. അപ്പം ഓരോ ഓരോ ചേഞ്ചിനെയും എനിക്ക് 1 വോൾട്ടേജ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക ഈ DAC എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഇപ്പോൾ D3, D2, D1, D0 എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കുന്ന ഡിജിറ്റൽ വാല്യൂ ആണ്. ആ ഡിജിറ്റൽ വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അനലോഗ് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഓരോ കൗണ്ടിനും റെപ്രസെൻ്റ് ആയിട്ടുള്ള ഒരു അനലോഗ് വാല്യൂ കിട്ടും. ഇറ്റ്സ് ലൈക്ക് നമുക്ക് 111 എന്ന് വരെ കൊടുക്കാം. അപ്പോൾ 111 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 15 വോൾട്ടേജ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 0 to 15 വോൾട്ടേജ് വരെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, നമുക്ക് 0 to 15 വോൾട്ടേജ് വരെ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1 വോൾട്ടേജ് ആണ്. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റെപ്പ് സൈസിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് നത്തിങ് ബട്ട് സ്റ്റെപ്പ് സൈസ്. അതായത് ഒരു LSB ചേഞ്ച് ചെയ്യുമ്പോൾ എത്ര വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നു, 0 to 1ലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് 1 വോൾട്ടേജ്, 1 to 0. ഒരു LSB ചേഞ്ച് ചെയ്യുമ്പോൾ എത്ര വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനെ കണ്ടോ, ഓരോ സ്റ്റെപ്പിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ വോൾട്ടേജാണ്. ഓക്കെ, നമ്മളിതിൻ്റെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. Okay, this is 000, this is 001, this will be represent 010. It will be like that. ഇങ്ങനെ പോവും. ഈ വോൾട്ടേജ് ഇതൊക്കെ ഓരോ ഡിജിറ്റൽ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജും കാണും. 1 വോൾട്ടേജ്, 2 വോൾട്ടേജ്, 3 വോൾട്ടേജ്, 4 വോൾട്ടേജ്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് 1 വോൾട്ടേജ് ആവും. ഓക്കെ, ഇപ്പം ഞാൻ വിചാരിക്കുക അപ്പോൾ ഇതിനകത്ത് മാക്സിമം വോൾട്ടേജ് 15 വോൾട്ടേജാണ് 11 വരുമ്പോൾ. എൻ്റെ ഈ മാക്സിമം വോൾട്ടേജ് 1 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. മാക്സിമം വോൾട്ടേജ് 1 വോൾട്ടേജ് ആണെങ്കിൽ വാട്ട് വിൽ ബി മൈ റെസൊല്യൂഷൻ? എന്തായിരിക്കും എൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്? അപ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ എങ്ങനെ നമുക്ക് അതിൻ്റെ ഇത് എഴുതാൻ പറ്റും? എനിക്ക് എത്ര കൗണ്ടുണ്ട്? 2n-1 ഉണ്ട്. അത്രയും സ്റ്റെപ്പ് ഉണ്ടാവും അല്ലേ? ഇവിടെ നമ്മളിവിടെ 4 ബിറ്റാണുള്ളത്. ഇഫ് ദർ ഈസ് 4 ബിറ്റ് ആണെങ്കിൽ എത്ര സ്റ്റെപ്പ് ഉണ്ടാവും? 2⁻⁻1 15 സ്റ്റെപ്പ് ഉണ്ടാവും. 15 സ്റ്റെപ്സ് ഉണ്ടാവും. അതാണ് അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് VREF എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് ആണ് ബൈ 2⁻n-1. കാരണം 2⁻n-1 സ്റ്റെപ്സുകളാണ് ഉണ്ടാകുന്നത്. അത്രയും സ്റ്റെപ്സ് ഉണ്ടാവും. ഇപ്പം VREF 1 വോൾട്ടേജ് ആണ്, 1/2⁻n-1. അതാണ് അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ VREF റെഫറൻസ് വോൾട്ടേജ് കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ 15 വോൾട്ടേജാണ് റെസൊല്യൂഷൻ വെച്ചത്. നമ്മൾ 4 ബിറ്റാണ് വെച്ചത്, 2⁻⁻1. സോ അറ്റ് ദാറ്റ് ടൈം 1 വോൾട്ടേജ് ഈസ് ദ റെസൊല്യൂഷൻ. 1 വോൾട്ടേജാണ് റെസൊല്യൂഷൻ വരും. ഓക്കെ, റെസൊല്യൂഷൻ ഈസ് 1 വോൾട്ടേജ്. കഴിഞ്ഞ എക്സാമ്പിളിൽ അങ്ങനെയാണ് വരുന്നത്. ക്ലിയർ ആയോ എന്താണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്?
ആ സ്റ്റെപ്പ് സൈസിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് വേരി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 000 നിന്ന് 0001 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാവുന്നു, അതിൻ്റെ മാക്സിമം ഏറ്റവും ലീസ്റ്റായിട്ട് അതിന് വേരി ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് ലെവലിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ് വേർഡ് കൊണ്ട് ഉപയോഗിക്കുന്നത്. അതായത് അതിൻ്റെ സ്റ്റെപ്പ് സൈസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എത്ര സ്മോളർ സ്റ്റെപ്പ് സൈസാണ്. അപ്പോൾ നമ്പർ ഓഫ് ബിറ്റ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക, റെസൊല്യൂഷൻ കുറയും. ഈ നമ്പർ ഓഫ് ബിറ്റ്സ് n ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസൊല്യൂഷൻ. അപ്പോൾ വളരെ ഫൈനായിട്ടൊരു റെസൊല്യൂഷനാണ് വേണ്ടെങ്കിലോ നമ്പർ ഓഫ് ബിറ്റ്സ് വളരെയധികം കൂട്ടേണ്ടതായിട്ട് വരും. റെസൊല്യൂഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിഗ്നൽ റീപ്രൊഡക്ഷൻ വളരെ നന്നായിട്ട് കിട്ടും. വളരെ നല്ല റെസൊല്യൂഷനാണ് ഉള്ളതെങ്കിൽ, വളരെ ഫൈനായിട്ടുള്ള റെസൊല്യൂഷനാണുള്ളതെങ്കിൽ നമുക്ക് സിഗ്നൽ റീപ്രൊഡക്ഷനൊക്കെ വളരെ കൂടും. പക്ഷേ നമ്പർ ഓഫ് ബിറ്റ്സ് കൂടും. നമ്പർ ഓഫ് ബിറ്റ്സ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, നമ്പർ ഓഫ് ബിറ്റ്സ് കൂടിക്കഴിഞ്ഞാൽ ഇൻഫർമേഷൻ്റെ അളവ് കൂടും. ഓക്കെ, അപ്പോൾ ഇൻഫർമേഷൻ്റെ അളവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സൈസ്, നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സൈസ് വളരെ കൂടും. അപ്പോൾ നമ്പർ ഓഫ് ബിറ്റ്സ് ഒരു ഒപ്റ്റിമൽ ലെവലിലാണ് നമ്മൾ സാധാരണ ഈ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടറിലും ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടറിലൊക്കെ നമ്മൾ നോക്കുക. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കാരണം ഈ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ വെച്ചിട്ടാണ് 2019-ലും 2020-ലും ചോദിച്ചത് എന്താണ് ഒരു ADCയുടെ റെസൊല്യൂഷൻ എന്താണെന്നാണ് ചോദിച്ചത്. 2 വർഷം റിപ്പീറ്റായിട്ട് ചോദിച്ചാണ് റെസൊല്യൂഷൻ എന്താണ്. അപ്പോൾ റെസൊല്യൂഷൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, VREF, അതായത് റെഫറൻസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 2n-1, വേർ n ഈസ് ദി നമ്പർ ഓഫ് ബിറ്റ്, VREF ഈസ് ദി റെഫറൻസ് വോൾട്ടേജ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ദെൻ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ് കൺവേർഷൻ ടൈം എന്ന് പറയുന്നത്. എത്ര ടൈം കൊണ്ടാണ് ഇത് കൺവേർട്ട് ചെയ്ത് തരിക എന്നുള്ളത്. ഓക്കെ, എത്ര ടൈം കൊണ്ടാണ് ഇത് കൺവേർട്ട് ചെയ്ത് തരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡിജിറ്റൽ വാല്യൂ ഉണ്ട്, ആ ഡിജിറ്റൽ വാല്യൂവിനെ എത്ര സ്പീഡിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും, അനലോഗ് വാല്യൂ ആക്കി മാറ്റും. ഓക്കെ, ആൻഡ് ദാറ്റ് ടൈം, കൺവേർഷൻ ടൈം ഈസ് ഈക്വൽ ടു n/f, where n is the number of bit. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ് തന്നെയാണ്. നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടെന്നുള്ളതാണ്. f ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺവേർഷൻ ടൈം കുറയും. അതായത് നമ്മളിപ്പോൾ ക്ലോക്ക് ഫ്രീക്വൻസി വളരെ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഓരോ ക്ലോക്കും റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ പ്രോസസ്സിനെയാണ്. ഒരു ഡിജിറ്റൽ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോസസ്സ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു ക്ലോക്കിങ്ങിന് വേണം. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ നമുക്കറിയാം ഓരോ ക്ലോക്ക് കൊടുത്തിട്ടാണ് ചേഞ്ച് ചെയ്യിക്കുക. അപ്പോൾ അങ്ങനെ ക്ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ക്ലോക്കിനുമാണ് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ചേഞ്ച് വരികയുള്ളൂ ഡിജിറ്റൽ സർക്യൂട്ടിൽ. അപ്പോൾ എത്ര നമ്പർ ഓഫ് ക്ലോക്ക് കൊടുക്കുന്നു ഒരു സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് ക്ലോക്ക് കൊടുക്കുന്നു എന്നുള്ളതിനെ വെച്ചിട്ടാണ് നമ്മൾ ആ ഡിജിറ്റൽ സർക്യൂട്ടിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ സ്പീഡ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ ക്ലോക്ക് ഫ്രീക്വൻസി, ഇപ്പം 2 GHz ക്ലോക്ക് ഫ്രീക്വൻസി ഉള്ള പ്രോസസ്സറുണ്ട്, 2.5 ഉണ്ട്, 3 ഉണ്ട്, 3.5 ഉണ്ട്, 4 ഉണ്ട്, 4 GHz ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രോസസ്സർ സ്പീഡ്, നമ്മൾ ഇപ്പോൾ ഈവൻ നമ്മുടെ മൊബൈലിലാണെങ്കിൽ പ്രോസസ്സർ സ്പീഡൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രോസസ്സർ സ്പീഡ് കൂടി കഴിയുമ്പോൾ എൻ്റെ പ്രോസസ്സിങ് കേപ്പബിലിറ്റി കൂടും. അപ്പോൾ നമ്പർ ഓഫ് അതായത് ഫ്രീക്വൻസി ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി കൺവേർഷൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്ത് ഡിജിറ്റൽ കൺവേർഷൻ ആണെങ്കിലും അതിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ കൺവേർഷൻ ടൈമായിട്ട് കുറയും. ക്ലോക്ക് ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ക്ലോക്ക് ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് കഴിയും. അതുപോലെ നമ്പർ ഓഫ് ബിറ്റ്സ് കൂടുതലാണെങ്കിൽ, ഇപ്പോൾ 2 ബിറ്റ്സ് ആയിട്ടുള്ള 2 ബിറ്റ്സ് കൺവേർട്ടറാണെന്ന് വിചാരിക്കുക, ഒരു 10 ബിറ്റ്സ് കമ്പാരറ്ററാണെന്ന് വിചാരിക്കുക. അപ്പോൾ 10 ബിറ്റ് കമ്പയർ ചെയ്ത് നമുക്ക് കൺവേർട്ടറാണെന്ന് വിചാരിക്കുക. 10 ബിറ്റ് കൺവേർട്ട് ചെയ്ത് കിട്ടാനായിട്ട് കൂടുതൽ ടൈം ഉറപ്പായിട്ടും എടുക്കും. അപ്പോൾ നമ്പർ ഓഫ് ബിറ്റ്സ് കൂടുന്തോറും കൺവേർഷൻ ടൈം കൂടും. ഫ്രീക്വൻസി കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺവേർഷൻ ടൈം കുറയും. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ്റെ സ്പീഡ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺവേർഷൻ ടൈം കുറയും. ഓക്കെ, സോ T is equal to n/f. സംടൈംസ് യു വിൽ ഗെറ്റ് f ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ തരും, അതുപോലെ തന്നെ നമ്പർ ഓഫ് ബിറ്റ്സ് തരും. അതിൽ നിന്ന് കൺവേർഷൻ ടൈം കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം.
ഇത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം കൂടി ഞാൻ നിങ്ങൾക്ക് ചെയ്യിക്കാം. പ്രീവിയസ് ഇയർ ചോദിച്ച ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യിക്കാം. സോ ഈ 2 പാരാമീറ്റർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. കൺവേർഷൻ ടൈം എന്താണ്, നമ്പർ ഓഫ് ബിറ്റ്സ് എന്താണ്, ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ എന്താണ്, അതുപോലെ തന്നെ റെസൊല്യൂഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനിത് പെട്ടെന്ന് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ കുറച്ച് ലാഗിങ് ആണ്. സോ അത് കാരണമാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കാം, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറുണ്ട്, ADC എന്ന് പറയുന്നത്. ഓക്കെ, ADC എന്ന് പറയുന്നത് നമുക്കൊരു അനലോഗ് വാല്യൂ ഉണ്ട്. ആ അനലോഗ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ വാല്യൂ ആക്കി മാറ്റും. ഓക്കെ, സോ ഇത് എങ്ങനെയാണോ തിരിച്ചു വരുന്നത് അതുപോലെ തന്നെയാണ് DAC തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരും അതുപോലെ തന്നെയാണ് വരിക. സോ ദിസ് ഈസ് ADC, അനലോഗിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ളതാണ്. സോ D0, D1, D2 അപ് ടു DN ഞാൻ ഇൻപുട്ടിൽ കൊടുക്കുന്ന ഒരു അനലോഗ് വാല്യൂ ആണ്, അത് ഡിജിറ്റൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഓരോ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡിജിറ്റൽ വാല്യൂ എനിക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. പാരലൽ ടൈപ്പ് ഉണ്ട്, സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് ഉണ്ട്, കൗണ്ടർ ടൈപ്പ് ഉണ്ട്, സിംഗിൾ സ്ലോപ്പ്, ഡ്യുവൽ സ്ലോപ്പ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സിന് ഡിഫറെൻറ്റ് സർക്യൂട്ട്സുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട. പക്ഷേ ഞാൻ ഒരു ഫ്ലാഷ് ടൈപ്പ് ഒരു ADC എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ADC ആണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ കമ്പാരറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു 2 ബിറ്റ്, ഏറ്റവും സിമ്പിളായിട്ട് 2 ബിറ്റ് ADC ആണെന്ന് വിചാരിക്കുക. 2 ബിറ്റ് ADC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനലോഗ് വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പം VAക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പം D1 D0 ഉണ്ടാവും, 0 0 ഉണ്ടാവും ഒരു വോൾട്ടേജിന്, 0 1 ഉണ്ടാവും, 1 0 ഉണ്ടാവും, 1 1 ഉണ്ടാവും. ഓരോ വോൾട്ടേജ് റേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ വാല്യൂ ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് തരും. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് 2 ബിറ്റ് DAC. അപ്പം ഒരു 2 ബിറ്റ് ADC. 2 ബിറ്റ് ADCയിൽ നമുക്ക് ഇപ്പം 2 ബിറ്റ് ആണെങ്കിൽ 3 കമ്പാരറ്റേഴ്സ് വേണം. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അത്രയും നമ്പർ ഓഫ് കമ്പാരറ്റേഴ്സ് വേണം. അപ്പം 4 ബിറ്റ് ADC ആണെങ്കിൽ നമുക്ക് 5 കമ്പാരറ്റേഴ്സ് വേണം. അപ്പം N ബിറ്റ് ADC ആണെങ്കിൽ നമുക്ക് N+1 കമ്പാരറ്റർ വേണം. ആ സാധനത്തിന് ഡീകോഡ് ഡിജിറ്റൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, സോ എങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് അതിൻ്റെ ഫിഗർ നമുക്ക് നോക്കാം. സോ ഐ ക്യാൻ ഹാവ് so we can have R. So that is, consider this V is equal to the 4 voltage. So for example I am applying V in here, input voltage here. These are the comparators, C1, C3, C2, C1 comparators. So let I am applying V into all the positive of the comparator.
So we can have C3, C2, C1, and I can have a decoder, simple decoder, and that decoder will convert it into the digital value. Instead of D1, D0, and D1 is MSB and D1 is D0 is LSB. എങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ലെറ്റ് ദിസ് വോൾട്ടേജ് ഈസ് 4 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഈ സപ്ലൈ കൊടുക്കുന്ന വോൾട്ടേജ് 4 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് 4 വോൾട്ടേജ്, വി ഈസ് 4 വോൾട്ടേജ്. സോ ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടാണ്. ഇതെന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്നത് നമുക്ക് 3 വോൾട്ടേജ് ആയിരിക്കും. So this voltage is 2 voltage and this voltage is 1 voltage. Consider this voltage is 1 voltage. Okay, so ഇത് ഓരോ റേഞ്ചിലും ഓരോ വോൾട്ടേജ് നമുക്ക്, കാരണം ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടാണ്, റെസിസ്റ്റർ വെച്ച് നമ്മൾ പുറത്തേക്കുമാണ്. ആൻഡ് ദിസ് കമ്പാരേറ്റർ വിൽ കമ്പയർ ദി ഇൻപുട്ട് വോൾട്ടേജ്. ഇവിടെ ഒരു 3 വോൾട്ടേജ് ഫിക്സഡ് വോൾട്ടേജ് ഉണ്ട്, ഇവിടെ 2 വോൾട്ടേജ് ഉണ്ട്, ഇവിടെ 1 വോൾട്ടേജ് ഉണ്ട്. നമ്മളിവിടെ ഇൻപുട്ട് വോൾട്ടേജും കൊടുക്കുന്നുണ്ട്. ലെറ്റ് മൈ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ലെസർ ദാൻ 1 വോൾട്ടേജ്. ഓക്കെ, ഞാൻ ഓരോ റേഞ്ച് കൊടുക്കുകയാണ്, ഇൻപുട്ട് വോൾട്ടേജിൻ്റെ റേഞ്ച് കൊടുക്കുകയാണ്. ഇഫ് മൈ ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻ ലെസർ ദാൻ 1 വോൾട്ടേജ്, അപ്പോൾ അതിൻ്റെ കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. കമ്പാരറ്റർ ഔട്ട്പുട്ട് ആൻഡ് ഓൾസോ ദ ഡിജിറ്റൽ ഔട്ട്പുട്ട്. കമ്പാരറ്റർ I have C1, C3, C2, C1, and digital output is D1, D0. Okay, ഈ കമ്പാരറ്റർ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻപുട്ടും കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണ് പോസിറ്റീവ് ഇൻപുട്ടിനകത്ത് നെഗറ്റീവ് ഇൻപുട്ടിനേക്കാളും കൂടുതൽ വരുന്നത്, ആ കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയി മാറും. ഓക്കെ, അപ്പോൾ കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴാണ് ഹൈ ആവുന്നത്, എപ്പോഴാണ് പോസിറ്റീവ് ഇൻപുട്ട് നെഗറ്റീവ് ഇൻപുട്ടിനേക്കാളും കൂടുതലാവും, അപ്പോൾ ഹൈ ആവും. ഇപ്പോൾ വി ഇൻ എന്ന് പറയുന്നത് 1 വോൾട്ടേജിനേക്കാളും കുറവാണ്, അപ്പോൾ ഇവിടെ 1 വോൾട്ടേജിനേക്കാളും കുറവാണ്. അപ്പോൾ ഇവിടുത്തെ C1 കമ്പാരറ്ററിന് നോക്കി കഴിയുമ്പോൾ നെഗറ്റീവ് ഇൻപുട്ടാണ് കൂടുതൽ, C2 വയ്ക്കുമ്പോൾ നെഗറ്റീവ് ഇൻപുട്ടാണ് ഇതിനകത്തും കൂടുതൽ, C3 നോക്കുമ്പോൾ നെഗറ്റീവ് ഇൻപുട്ടാണ് കൂടുതൽ. അപ്പം എല്ലാത്തിനകത്തും നോക്കുമ്പോൾ നെഗറ്റീവ് ഇൻപുട്ടാണ് കൂടുതൽ വരിക. അപ്പോൾ നെഗറ്റീവ് ഇൻപുട്ടാണ് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആവും. അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഡീകോഡ് ചെയ്യുന്നത് 0 എന്നാണ് ഡീകോഡ് ചെയ്യുക. വെൻ വി ഇൻ എന്ന് പറയുന്ന വോൾട്ടേജ് ഇൻ ബിറ്റ്വീൻ 1 വോൾട്ടേജ് ആൻഡ് 2 വോൾട്ടേജ്, വി ഇൻ ഈസ് 1 to 2 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. 1 വോൾട്ടേജ് to 2 വോൾട്ടേജ്. അപ്പോൾ വി ഇൻ വോൾട്ടേജ് 1 വോൾട്ടേജ് to 2 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 1.5 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. സോ കമ്പാരറ്റർ C1ൻ്റെ പോസിറ്റീവ് ഇൻപുട്ടിലാണ് കൂടുതൽ വരുന്നത്. സോ C1 എന്ന് പറയുന്ന കമ്പാരറ്റർ 1 ആവും. C2 എന്താവും? C2 0 ആണ് വരിക. കാരണം എന്താ, 1.5 ഇവിടെ 2 വോൾട്ടേജ് ആണുള്ളത്. 2 വോൾട്ടേജ് ആണെങ്കിൽ എന്താ വരിക, 2 വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് C2 0 ആവും. അതുപോലെ തന്നെ 1.5 വോൾട്ടേജ് ഇവിടെ 3 വോൾട്ടേജ് ആണ്, അപ്പോൾ C3യിലും 0 ആവും. അപ്പോൾ 0 കറസ്പോണ്ടിങ് ആയിട്ട് ഡീകോഡ് ചെയ്യുന്നത് 0 1 എന്നായിരിക്കും. ഓക്കെ, ഇഫ് ദ വോൾട്ടേജ് ഈസ് 1 വോൾട്ടേജ് to 2 വോൾട്ടേജ്, 2 വോൾട്ടേജ് റേഞ്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 0 1 1 എന്ന് കിട്ടും. കാരണം എന്താ, ഇപ്പോൾ 2.5 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. 2.5 വോൾട്ടേജ് ആണെങ്കിൽ C1 കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. കാരണം ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനേക്കാളും കൂടുതൽ വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. C2 എന്ന് പറയുന്ന വോൾട്ടേജ് കൂടുതലായിരിക്കും, നെഗറ്റീവ് വോൾട്ടേജിനേക്കാളും കൂടുതലുള്ള വോൾട്ടേജാണ് പോസിറ്റീവ്. സോ C2 വിൽ ബി ഹൈ ആൻഡ് C3 വിൽ ബി ലോ. കാരണം ഇത് 2.5 ആണ്, ഇത് 3 ആണ് വരിക. സോ 0 1 1 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡീകോഡ് ചെയ്യുന്നത് 1 0 എന്നായിരിക്കും. സോ ലൈക്ക് ദാറ്റ്, ഇഫ് മൈ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ 3 വോൾട്ടേജ്, then all the comparator output will be high, then it will be decoded as 1 1. So this is the method how to convert this analog value into digital value. അപ്പോൾ നമുക്കൊരു കമ്പാരറ്റേഴ്സ് ഉണ്ടാവും, കുറേ കമ്പാരറ്റേഴ്സ് ഉണ്ടാവും, ഒരു ഡീകോഡർ ഉണ്ടാവും. ആ ഡീകോഡറാണ് ഡീകോഡ് ചെയ്ത് ഡിജിറ്റൽ വാല്യൂയിലേക്ക് തരുന്നത്. നമുക്ക് n ബിറ്റ് ADC ആണെങ്കിൽ നമുക്ക്
n+1 കമ്പാരറ്റർ ഉണ്ടാവും. ഇവിടെ 2 ബിറ്റ് എ ഡി സി ആയ കാരണമാണ് നമുക്ക് 3 കമ്പാരറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്, ഈ ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, then we can have a previous year net question. A analog transducer has a range of 0 to 10 voltage. Then how many bits required for an ADC to achieve a resolution of 5 milliwatt? Okay, so an analog transducer has a range of 0 to 10 voltage. അതിൻ്റെ റേഞ്ചാണ് തന്നിരിക്കുന്നത് 0 to 10 വോൾട്ടേജ് എന്ന് പറയുന്നത്. ഹൗ മെനി ബിറ്റ്സ്, എത്ര ബിറ്റ്സ് വേണം എ ഡി സി ടു ഗെറ്റ് എ റെസൊല്യൂഷൻ ഓഫ് 5 വോൾട്ടേജ്, 5 മില്ലി വോൾട്ടേജ് റെസൊല്യൂഷൻ കിട്ടാൻ എ ഡി സിക്ക് എത്ര ബിറ്റ് വേണമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ആ അനലോഗ് ട്രാൻസ്ഡ്യൂസറിൻ്റെ റേഞ്ച് തന്നിട്ടുണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞാൽ മാക്സിമം റേഞ്ച് തന്നിട്ടുണ്ട്. സോ അതിൻ്റെ റേഞ്ച് 0 to 10 വോൾട്ടേജ് ആണ്. സോ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് മാക്സിമം റേഞ്ച് ഈസ് 10 വോൾട്ടേജ് ആണ്. 10 വോൾട്ടേജ് ആണ് അതിൻ്റെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 5 മില്ലി വോൾട്ടാണ്. 5 മില്ലി വോൾട്ടാണ് റെസൊല്യൂഷൻ വേണ്ട. 10 വോൾട്ടേജ് ആണ് മാക്സിമം റേഞ്ച് ഉള്ളത്. ഓക്കെ, we know that what is the resolution? Resolution is equal to the reference voltage by 2 raised to n minus 1, where n is the number of bits. ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? n is number of bits. Okay, and the reference voltage ആണ് മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് എടുക്കാം. കാരണം അതാണ് എനിക്ക് മാക്സിമം കിട്ടാൻ പോകുന്ന വോൾട്ടേജ്. by 2 raised to n minus 1 is the resolution is 5 milliwatt. Okay, so 2 raised to n minus 1 is nothing but 10 voltage by 5 milliwatt is nothing but 2000. So what is 2 raised to n is 2001. That is n. n എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ലോഗരിതം എടുത്താൽ മതി. So what is n? Take logarithm log 2 raised to n is equal to log 2001. So n log 2 is equal to log 2001. From that you will get n value 2000 by log 2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 10.92 ആണ് കിട്ടുക. ഓക്കെ, നമ്പർ ഓഫ് ബിറ്റ്സ് കിട്ടുക 10.92 ആണ്. അതിൽ നിന്ന് നിങ്ങൾ 11 ആക്കി എടുക്കുക. ഓക്കെ, കാരണം എന്താണ് അതിനേക്കാൾ ഹയർ ആയിട്ടുള്ള വാല്യൂ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ആ റെസൊല്യൂഷൻ കിട്ടുകയുള്ളൂ, 5 മില്ലി വോൾട്ട്. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം 4.98 ഒക്കെ ആയിരിക്കും 11 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത്. എന്നാലും നമുക്ക് 5 മില്ലി വോൾട്ട് റെസൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് താഴെയെങ്കിലും റെസൊല്യൂഷൻ ഉള്ളത് വെച്ച് നമ്പർ ഓഫ് ബിറ്റ്സ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ 10 ആക്കി വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 5 ആണ് കിട്ടുക. ഓക്കെ, സോ നമ്മൾ 11 ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് റെസൊല്യൂഷൻ 5 മില്ലി വോൾട്ടിലും താഴെ കിട്ടും. കാരണം നമുക്ക് റെസൊല്യൂഷൻ കുറച്ചാണ് വേണ്ടത്. സോ ഈ എന്നിന് ക്ലോസ് ആയിട്ടുള്ള 10.92ന് ക്ലോസ് ആയിട്ടുള്ള 11 വാല്യൂയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ? നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. എങ്ങനെയാണ് എന്താണ് ഈ ഇക്വേഷൻ, ഇത് തമ്മിലുള്ള റെസൊല്യൂഷനും അതുപോലെ തന്നെ റെഫറൻസ് വോൾട്ടേജും അതുപോലെ തന്നെ നമ്പർ ഓഫ് ബിറ്റ്സും തമ്മിലുള്ള ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇത് വെച്ചിട്ടാണ് 2 തവണയും പ്രോബ്ലം ചോദിച്ചത്. റെസൊല്യൂഷൻ വെച്ചിട്ടാണ്
പ്രോബ്ലം ചോദിച്ചത്. ഗേറ്റിൽ ഒരു തവണ കൺവേർഷൻ ടൈമും നമ്പർ ഓഫ് ബിറ്റ്സും വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അസൈൻമെൻറ്റ് പോലെ തരാം, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ ക്ലിയർ. സോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുക. പിന്നെ ഞാൻ തരുന്ന അസൈൻമെൻറ്റോടെ ചെയ്യും. ഓക്കെ ഫൈൻ. താങ്ക് യു.